എഡ്ഗർ അലൻ പോ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് മാനുസ്ക്രിപ്റ്റ് ഫൗണ്ട് ഇൻ എ ബോട്ടിൽ. ഈ വീഡിയോയിൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ഞാനത് പോയം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പോയം അല്ല, എൻ്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ആണ്. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. മാനുസ്ക്രിപ്റ്റ് ഫൗണ്ട് ഇൻ എ ബോട്ടിൽ എന്ന പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1833-ലാണ്. വൺ ഓഫ് പോസ് ഏർലി വർക്ക്സ്. അതിൻ്റെ അത് തീംസ് എന്ന് പറയുന്നത് ഡെത്ത്, സൂപ്പർ നാച്ചുറൽ, കോസ്മിക് ഫോഴ്സസ് ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ ഒക്കെയാണ്. ഇതിൻ്റെ നറേറ്റർ ഒരു സ്കെപ്റ്റിക്കൽ റാഷണൽ മാൻ ആണ്. ഹി ബോട്ട്സ് എ ഷിപ്പ്, വയലന്റ് സ്റ്റോം ഡിസ്ട്രോയ്സ് ഇറ്റ്. ഒരു ആ സ്റ്റോമിൽ പെട്ടുപോവുകയും ബട്ട് ഹി സർവൈവ്സ് ആൻഡ് ഇസ് സ്വെപ്റ്റ് ഇൻ ടു എ മിസ്റ്റീരിയസ് കോസ്റ്റ്ലി വെസൽ. ഇതിന്റെ ഈ ഒരു ഷിപ്പിനെ ഒരു കോസ്റ്റ്ലി ഷിപ്പായിട്ടാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്രൂ എന്ന് പറയുന്നത് ആൻഷ്യന്റ് ആണ്, സ്പെക്ട്രൽ, അൺഅവെയർ ഓഫ് നറേറ്റർ. സൈലന്റ്, മെക്കാനിക്കൽ, ടൈംലെസ് ഫിഗേഴ്സ് ആണ്. നറേറ്റർ ബിക്കംസ് ഇൻവിസിബിൾ ഒബ്സർവർ റെക്കോർഡിംഗ് എക്സ്പീരിയൻസസ്. ഈ ഷിപ്പ് ഡേഞ്ചറസ് വാട്ടേഴ്സിലേക്ക് സെയിൽ ചെയ്യാണ് ടുവേർഡ്സ് എ വാസ്റ്റ് വേർപൂൾ റെപ്രസെന്റിംഗ് മെറ്റാഫിസിക്കൽ ഡെസെന്റ് ഇൻടു അന്നിഹിലേഷൻ. നറേറ്റർ പവർലെസ് ആണ്, ഓൺലി റൈറ്റ്സ് മാനുസ്ക്രിപ്റ്റ് ബിഫോർ ഡൂം. അപ്പം മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതി ഒരു ബോട്ടിൽ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പൊ മാനുസ്ക്രിപ്റ്റിനെ വെള്ളത്തിലോട്ട് ഇടുന്നു. നോ ക്ലോഷ്യർ, ഓൺലി സറണ്ടർ ടു മിസ്റ്ററി ആൻഡ് ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. അപ്പം മരിക്കാൻ പോവാണെന്ന് ഉറപ്പായി, തീരുമാനമായി. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് സർഫസിൽ മാരിടൈം ഗോസ്റ്റ് സ്റ്റോറി ഓഫ് സൂപ്പർ നാച്ചുറൽ സെയിലേഴ്സ് ആൻഡ് ഡൂംഡ് വോയേജ്. Meditation on mortality, fate and writing as resistance to oblivion. Gothic rich imagery such as storm, ship, whirlpool as symbols of chaos and infinity, reflecting romantic fascination with ocean and sublime. Anticipates Poe's later themes, manuscripts, doomed voyages, blurred life, death boundaries, etc. അപ്പോൾ ഇതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത് സീ അഡ്വഞ്ചർ, പിന്നെ ഫിലോസഫിക്കൽ അലഗറിയാണ്. റേസിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് മെമ്മറി, പെർമനൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഫ്രജിലിറ്റി ബിഫോർ കോസ്മിക് ഫോഴ്സസ്. ഓവർവ്യൂ നോക്കാം. പിക്ചറിസ്ക് ഇമേജറി ഉണ്ട്, ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആൻഡ് ഫീലിംഗ് ഓഫ് കോസ്മിക് ഐഡന്റിറ്റി. Narrative draws audience into existential issues, depicting triviality of people in comparison with grandeur of nature. ടോപ്പിക്കുകൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്, ഡെപിക്ട് ചെയ്തിരിക്കുന്നത്? ഇൻസിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ ബിഫോർ പവർ ഓഫ് നേച്ചർ, ദ ഫിയർ ഓഫ് ദ അൺനോൺ ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഡെസ്റ്റിനി ഈസ് റിലൻറ്റ്ലെസ്. മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും ഡെസ്റ്റിനി അത് മാറാൻ പോകുന്നില്ല. സമറിയിലേക്ക് കിടക്കാം. അൺനെയിംഡ് നറേറ്റർ ആണ് വിത്ത് എ റാഷണൽ ആൻഡ് ട്രൂത്ത് ലവിംഗ് മൈൻഡ് സെറ്റ്. Describes his detachment from family and country, preferring company of German moralist writers. ഇത് നറേറ്ററിന്റെ സീ ജേർണിയാണ്. This makes narrator's sea journey more intriguing, driven by curiosity and exploration. അദ്ദേഹത്തിന്റെ റാഷണാലിറ്റി സറഡ് ഇവൻസും ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാണ്, ഹൈലൈറ്റിംഗ് ഹ്യൂമൻ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ്. His interest in German moralist philosophers suggests a quest for deeper truths and human complexity. അപ്പോൾ ഹ്യൂമൻ കോംപ്ലക്സിറ്റിയെ കുറിച്ചുള്ള ഡീപ്പർ ട്രൂത്ത്സിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു നറേറ്റർ. നറേറ്റർ സെറ്റ് സ്റ്റോൺ ഫോർ സ്റ്റോറീസ് എക്സിസ്റ്റൻഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ തീംസ്. അപ്പൊ ജാവയിൽ നിന്നാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറ്റ് സെയിൽ ഓൺ എ ഷിപ്പ് ക്യാരിയിങ് കോട്ടൺ വൂൾ, കോക്കനട്ട്സ് ആൻഡ് ഓപ്പിയം കേസസ് ഫ്രം ജാവ. ഫിയേഴ്സ് ഓൺ അപ്രോച്ചിങ് സൈമൂൺ. സൈമൂൺ എന്ന് പറയുമ്പോൾ ടൈഫൂൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോട്ടിക്സിങ് ത്രെറ്റനിങ് ക്ലൗഡ് വൈൽ ക്യാപ്റ്റൻ ഡിസ്മിസസ് ഹിസ് കൺസേൺ. അപ്പോൾ ഒരു ടൈഫൂൺ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു, പക്ഷെ അത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ആ ഒരു കൺസേണിനെ ഡിസ്മിസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു സ്റ്റോമിനിടയ്ക്ക് ഷിപ്പ് ഓവർടേൺ ചെയ്യുന്നുണ്ട്, ലീവിങ് ഓൺലി നറേറ്റർ ആൻഡ് സ്വീഡ് അലൈവ് ഓൺ ബ്രോക്കൺ വെസൽ ഫോർ 5 days. 5 ദിവസം ഇവര് ഈ പൊട്ടിയ അല്ലെങ്കിൽ തകർന്നടിഞ്ഞ ഈ ഒരു ഷിപ്പിലാണ് പിടിച്ചു തൂങ്ങിക്കിടന്നത്. ഹാരോയിങ് എക്സ്പീരിയൻസ് അഫേംസ് വൾനറബിലിറ്റി ഓഫ് ഹ്യൂമൻ ഇൻ ഫേസ് ഓഫ് മൈറ്റ് ഓഫ് നേച്ചർ.
Chronicle of events in voyage shows how hard and unpredictable nature of destiny and uncertainty of life is. ഹ്യൂമൻസ് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഡെസ്റ്റിനി എന്നൊരു കാര്യമുണ്ട്, ഫെയ്റ്റ് എന്നൊരു കാര്യമുണ്ടെന്നാണ് ഇതിനകത്ത് ഡെപ്പിക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഈ വോയേജ് തുടങ്ങിയപ്പോൾ ഒരിക്കലും ഇവർ വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെ ടൈഫൂൺ വരുമെന്നും ഈ ഒരു ഷിപ്പ് ഓവർടേൺ ചെയ്യുമെന്നും ലൈഫ് ട്രബിൾ ആവുമെന്നും വിചാരിച്ച് കാണില്ല. അത് ഡെസ്റ്റിനിയാണ്. എൻകൗണ്ടർ വിത്ത് ബ്ലാക്ക് ഷിപ്പ്, ഒരു മാസീവ് ബ്ലാക്ക് ഷിപ്പ് വരുന്നുണ്ട് ഓൺ എ ക്രസ്റ്റ്ലിംഗ് വേവ് വിത്ത് എ സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ് ഓഫ് കളേഴ്സ് ആഡിങ് കളേഴ്സ് ടു മിസ്റ്ററി. ഈ ഒരു മിസ്റ്റീരിയസ് വെസൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷിപ്പാണ്. ഈ മിസ്റ്റീരിയസ് വെസലിൽ അഭയം തേടുകയാണ് നറേറ്റർ. Witnessing ancient mariners speaking unknown language, discovers paper in captain's cabin and decides to write his manuscript to be cast into sea. അപ്പം ജീവിക്കോ മരിക്കോ എന്നറിയാൻ മേലാത്തൊരു സാഹചര്യത്തിൽ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഒരു ക്യാപ്റ്റന്റെ ക്യാബിനിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ അകത്ത് ഒരു മാനോസ്ക്രിപ്റ്റ് എഴുതി കടലിലേക്ക് ഇടുകയാണ്. In a crucial junction as he tries to make sense of unknown and limitations of his knowledge. ഈ ഒരു ഷിപ്പിലെ സ്ട്രേഞ്ച് ക്വാളിറ്റീസ് നറേറ്റർ നോട്ടീസ് ചെയ്യാണ്, ഇൻക്ലൂഡിങ് ഓഡ്ലി സോഫ്റ്റ് വുഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ നേച്ചറിന്റെ ഹിന്റ് കൊടുക്കുന്നുണ്ട്. ക്രൂമേറ്റ്സ് കനോട്ട് സീ ഹിം ആൻഡ് ക്യാപ്റ്റൻ ട്രീറ്റ്സ് ഹിം ലൈക്ക് നോബഡി. അപ്പോൾ ഇതിനകത്ത് ക്രൂമേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ക്രൂ അല്ലെ ക്യാപ്റ്റൻ ഇങ്ങനൊരു ഒരാളെ കണ്ടതായിട്ട് നറേറ്ററിന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു അൺനോൺ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നറേറ്ററിന് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഷിപ്പിൻ്റെ അകത്ത്. Acts a pervasive fleeting of isolation and alienation that surrounded him time on dark ship. ഒരു massive whirlpool വന്നു. Looming confrontation with a massive whirlpool brings with it an atmosphere of foreboding. ഷിപ്പ് വോർട്ടെക്സിലേക്ക് ഡ്രോ ചെയ്യപ്പെടുകയാണ്, ലീഡിങ് ടു കണ്ടംപ്ലേഷൻ ഓഫ് നറേറ്റേഴ്സ് ഫെയ്റ്റ് ആൻഡ് സർറിയൽ ജേർണി എക്സ്പീരിയൻസ്. അപ്പം നറേറ്ററിന് കഷ്ടപ്പെടാനുള്ള ഫെയ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ജേർണിക്കകത്ത് മരിക്കുവോ ജീവിക്കുവോ എന്ന് അറിയാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബട്ട് ഹി സർവൈവ്ഡ്. ഒരു സർറിയൽ ജേർണിയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, ലീവിംഗ് റീഡേഴ്സ് പോണ്ടറിംഗ് സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വോയേജ് ആൻഡ് എനിഗ്മാറ്റിക് ബ്ലാക്ക് ഷിപ്പ്. അപ്പോൾ എനിഗ്മാറ്റിക് ബ്ലാക്ക് ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വെസലാണ്. അതിൻ്റെ അകത്ത് നറേറ്ററിന്റെ അഭിപ്രായ പ്രകാരം അതിൻ്റെ അകത്ത് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. Tale comes to an end as the ship gets engulfed by whirling abyss and outcome of the protagonist remains unclear and wrapped in mystery. അപ്പം ഇതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. റീഡേഴ്സ് ആർ ചാലഞ്ച് ടു ഫേസ് their own existential anxieties and mysteries of creation that are beyond their understanding. ഒരു eerie and stimulating പീസിലാണ് എൻഡ് ചെയ്യുന്നത്, that sticks in mind even after last word is read. നറേറ്റർ മരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബട്ട് ഒരു eerie and stimulating പീസിലാണ് ഇത് നിർത്തുന്നത്. അത് റീഡേഴ്സിന്റെ മനസ്സിൽ തങ്ങുന്ന പോലെ. നറേറ്ററിന്റെ റാഷണൽ ആൻഡ് സ്കെപ്റ്റിക്കൽ മൈൻഡ് സെറ്റ് ഒരു പ്രൊഫോണ്ട് ഷിഫ്റ്റിലൂടെ കടന്നു പോവാണ്. പെക്യൂലിയാരിറ്റീസ് അബൌട്ട് ദ മിസ്റ്റീരിയസ് ഷിപ്പ് ചാലഞ്ചസ് നറേറ്റേഴ്സ് വേൾഡ് വ്യൂ. ഒരു ഗ്രോയിങ് സെൻസ് ഓഫ് അണീസ് ആൻഡ് ഡിസോറിയന്റേഷൻ ഉണ്ടാകുന്നുണ്ട് ആസ് നറേറ്റർ ക്വസ്റ്റ്യൻസ് ദ നേച്ചർ ഓഫ് വെസൽ ആൻഡ് ദ ക്രൂ. ഇന്നത്തെ ഈ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് മിസ്റ്റീരിയസ് ഷിപ്പിലെ സിറ്റുവേഷൻ അണ്ണീസും ഡിസോറിയന്റേഷനും ഉണ്ടാകുന്നുണ്ട് നറേറ്ററിന്. സൈക്കിക് ട്രാൻസ്ഫോർമേഷൻ റിഫ്ലെക്ട്സ് റീഡേഴ്സ് ഓൺ ജേർണി ഇൻ ദ അൺനോൺ. ഈ ഒരു ഷിപ്പ് എറ്റേണൽ ഡാർക്ക്നെസ്സിൽ എൻവലപ്പ് ചെയ്യപ്പെടുകയാണ്, ഹൈറ്റനിങ് ദ ഈറി അറ്റ്മോസ്ഫിയർ. This realization that ship is heading southward adds to sense of foreboding. Apprehension deepens as they approach a massive whirlpool of unknown significance. ഈ ഷിപ്പ് മുമ്പോട്ട് പോവുകയാണ് ഈ വേർപൂളിലോട്ട്. Characters and readers hang on the edge of their seats, waiting for unavoidable climax to occur. അപ്പോൾ ഈ വേർപൂളിനകത്ത് പോയി കഴിഞ്ഞാൽ ഷിപ്പ് തവിട് പൊടിയാകും. അപ്പം അതിൻ്റെ ക്യാരക്ടേഴ്സും ഇത് വായിക്കുന്ന നമ്മൾ റീഡേഴ്സും hang on the edge of their seats, waiting for unavoidable climax to occur. അപ്പോൾ എന്താണെങ്കിലും വേർപൂളിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഷിപ്പ് തകർന്നു പോകും എന്നുള്ള ഉറപ്പാണ്. Grapples with existential dread within darkness of the ship. Poe skillfully delves into depth of human psyche, challenging narrator's rationality. ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് ഗ്രാപ്ലിംഗ് വിത്ത് മിസ്റ്ററീസ് ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നറേറ്റേഴ്സ് വോയിസ് ബിക്കംസ് എ മിറർ ഓഫ് ദ റീഡേഴ്സ് ടു ലുക്ക് ഇൻ.
They come face to face with their own fears and uncertainties, reflecting upon their own destiny and their insignificant in the face force beyond understanding. ഒരു പോയം അല്ലെങ്കിൽ മാനസ്ക്രിപ്റ്റ് എന്ന ബോട്ടിൽ എന്ന പോയം leaves a legacy of uncertainty that continues to intrigue and settle readers long after final page. കുറെ വായിച്ചു കഴിഞ്ഞാലും കുറെ നേരത്തേക്കിന് അത് നമ്മുടെ മനസ്സിൽ കാണും. Poe's masterful blend of atmospheric tension, psychological depth and existential dread ensures that story remains a timeless classic of Gothic literature. In that the themes such as human frailty, the unknown and the inexorable march of the fate resonates with readers across generations. Death and the poet, a dark imagination, continuously remind readers of indomitable power of his mind and the ability to express the fears of human soul. അപ്പോൾ ഹ്യൂമൻ സൈക്കിയിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ സോളിലേക്ക് ഒരു ഡീപ്പ് വോയേജ് നടത്തിയിട്ടാണ് പോയത് എഴുതിയതെന്ന് നമുക്ക് തോന്നും. എഡ്ഗർ അലൻ പോ എഴുതിയ മാനുസ്ക്രിപ്റ്റ് ഫൗണ്ട് ഇൻ എ ബോട്ടിൽ എന്നുള്ള ആ ഒരു പോയത്തിൽ എന്തൊക്കെ തീംസ് ആണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. മിസ്റ്ററി ഓഫ് ദ സീ ആൻഡ് അൺനോൺ, ഹ്യൂമൻ ഹെൽപ്ലെസ്നെസ് ബിഫോർ ഫെയ്ത്ത് ആൻഡ് നേച്ചർ, ദ തിൻ ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. Main theme insignificance of human before power of nature ആണ്. Attempting to resist the storm and dark ship reveal the limitations of human power against forces that are beyond control of mankind. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോമിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു ബ്ലാക്ക് ഷിപ്പും പറയുന്നുണ്ട്. ഇതൊക്കെ റിവീൽ ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ പവർ ആണ്. നേച്ചറിന്റെ ഫോഴ്സിന് മുമ്പിൽ ഹ്യൂമന്റെ പവറിന്റെ ലിമിറ്റേഷൻ ആണ് ഡെപിക്ട് ചെയ്യുന്നത്. Endless raging of storm and miraculous appearance of black ship symbolizes unforgiving and mysterious character of the universe. ഒരു ആക്യുറേറ്റ് ഫീലിംഗ് ഓഫ് ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട് റീഡേഴ്സിന് ആൻഡ് എ ഡ്രെഡ് ഓഫ് ദ അൺഫെമിലിയർ. നറേറ്ററിന്റെ ഫിയറും അൺസർട്ടനിറ്റിയും സിംബിളൈസ് ചെയ്യുന്നത് എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റീസിനെയാണ് എക്സ്പീരിയൻസ്ഡ് ബൈ പീപ്പിൾ ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ ലൈഫ്സ്. ഈ പോയത്തിന്റെ ടോൺ ഡാർക്ക്, മിസ്റ്റീരിയസ് ആൻഡ് സസ്പെൻസ്ഫുൾ ആണ്. Mix of scientific detail and supernatural dread. ഇതിന്റെ central idea, man's fragility before nature's vast forces, the sea as a symbol of unknown and the eternal. Poe blends realism with Gothic mystery, leaving the ending unresolved and haunting. Conclusionലേക്ക് പോവാം. Concludes abruptly, leaving readers to speculate on the ultimate fate of narrator and the significance of eerie encounter with the black ship. അപ്പോൾ റീഡേഴ്സ് വേണം ആലോചിച്ച് കണ്ടുപിടിക്കാൻ എന്താണ് നറേറ്ററിന്റെ ഫേറ്റ് എന്നുള്ളത്. Enhances mystery of the story and leaves an unforgettable mark on readers, making them wonder about hidden messages in the book. എൻ്റെ ചില ട്വിസ്റ്റുകളുണ്ട്, ഹിഡൻ മെസ്സേജസ് ഉണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി റീഡറിനാണ്. Stands as a haunting example of Poe's mastery of Gothic fiction and exploration of themes of terror and mortality. Proves his genius in macabre and psychological horror. Theme of human fragility in face of nature highlight ചെയ്യുന്നുണ്ട്. Portraying storm as an unstoppable force of disorder and destruction. Amplifying narrators' futile attempts to resist the inevitable, enhancing the sense of dread. അപ്പോൾ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യാനുള്ള നറേറ്ററിന്റെ ഫ്യൂട്ടൈൽ ആയിട്ടുള്ള അറ്റംപ്റ്റ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, enhancing the sense of dread. Showcases fleetingness of life and the ultimate fate of mankind to perish. റീഡറിനെ ചാലഞ്ച് ചെയ്യാണ്, that they themselves are powerless in the face of existential threat. എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ത്രെറ്റിന്റെ മുമ്പിൽ അവർ ആരായാലും, നറേറ്റർ ആയാലും റീഡർ ആയാലും, that they themselves are powerless. Invites readers to ponder human limitations and fragility in an immense different universe. ഇതൊരു സ്ട്രൈക്കിംഗ് റിമൈൻഡർ ആണ് ഓഫ് മിസ്റ്ററീസ് ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ. ഓൾസോ ഒരു ടൈംലെസ് ഗോത്തിക് ക്ലാസിക് ആണ്, കമ്പലിംഗ് റീഡേഴ്സ് ടു കൺഫ്രണ്ട് ദെയർ ഡീപ്പസ്റ്റ് ഫിയേഴ്സ് ആൻഡ് പോണ്ടർ മിസ്റ്ററീസ് ഓഫ് എക്സിസ്റ്റൻസ്. ഈ ഒരു സ്റ്റോറി നമ്മളെ അർജ് ചെയ്യുന്നുണ്ട് ടു കൺഫ്രണ്ട് അവർ ഡീപ്പസ്റ്റ് ഫിയേഴ്സ് വിത്ത് കറേജ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ.